ജീവിതത്തിൽ സംഭവിക്കുന്ന പല സംഭവങ്ങളും നിമിത്തങ്ങളുമാണ് ഭാവിയെക്കുറിച്ച് നമ്മളെ അറിയിക്കുന്നു. പലരും പക്ഷേ അത് ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഈ പറയുന്ന സൂചനകൾ എന്തെങ്കിലും വരും. വിശദമായി നോക്കാം. അവിചാരിതമായി അതിഭയങ്കരമായ കടബാധ്യത സംഭവിക്കുകയും നിമിഷ നേരം കൊണ്ട് അത് തീരുകയും ചെയ്ത അനുഭവങ്ങൾ ഈശ്വര കടാക്ഷത്തിന്റെ ലക്ഷണമാണ്. ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നിമിത്തമാണ്. കണ്ണു തുടിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രധാന ലക്ഷണമാണ്. പുരുഷന്മാരിൽ വലത് കണ്ണോ അല്ലെങ്കിൽ വലത് കൈയോ തുടിക്കുന്നതും സ്ത്രീകളിൽ ഇടത് കണ്ണോ അല്ലെങ്കിൽ ഇടത് കൈയോ തുടിക്കുന്നതും ശുഭകരമായ ഭാവിയുടെ ലക്ഷണമാണ്. ദിവസത്തിലെ ഏറ്റവും ശുഭകരമായ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. അതിരാവിലെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് പൊതുവെ ബ്രഹ്മമുഹൂർത്തത്തിൽ വരിക. പ്രാദേശികമായി ചില ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ സ്വാഭാവികമായി ഉണരുന്നുവെങ്കിൽ അതിനർത്ഥം ജീവിതത്തിൽ ശുഭകരമായ ഒരു വലിയ മാറ്റം സംഭവിക്കാം എന്നാണ്. ഒരുപക്ഷെ ജീവിതം തന്നെ മറ്റൊരു തരത്തിലേക്ക് ഉയർന്നേക്കാം. പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ആനന്ദവും സന്തോഷവും അനുഭവപ്പെടുന്നത് ശുഭസൂചനയാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ആനന്ദകരമായ സമയം വരുന്നുവെന്നാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളൊക്കെ അകന്ന് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പോകുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീട്ടിലോ നിങ്ങൾക്കരികിലേക്കോ പതിവായി പുറമേ നിന്ന് ആരും നിർബന്ധിക്കാതെ പശു വരികയോ നിങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയോ ചെയ്താൽ അത് മംഗളകരമായ ഒന്നാണ്. പശുക്കൾ മാത്രമല്ല, പക്ഷികളും ചെറുമൃഗങ്ങളും നിങ്ങളുടെ വീട്ടിൽ തനിയെ വന്ന് കൂടുണ്ടാക്കുന്നതും ശുഭസൂചനയാണ്. നിങ്ങളുടെ പരിസരങ്ങളിൽ പുതിയതായി പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നതും ജീവിതത്തിലെ നല്ല നാളുകൾ ആസന്നമായിരിക്കുന്നുവെന്ന് അടയാളപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളിൽ ഈശ്വരൻ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അവിചാരിതമായി നിങ്ങളിലേക്കോ കുടുംബത്തിലേക്കോ പതിവായി കുഞ്ഞുങ്ങളെത്തുകയോ അവർ അതിൽ സന്തോഷിക്കുകയോ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ ഉടൻ തന്നെ ഗുണകരമായ ഫലങ്ങൾ പ്രദാനമാകും. സ്വപ്നങ്ങളിൽ മന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ, പുരാണ പാരായണങ്ങൾ, ഈശ്വരനാമങ്ങൾ എന്നിവ കേൾക്കുകയാണെങ്കിൽ അതും ഒരു ശുഭകരമായ ഒന്നാണ്. ഇത് ഗുണാത്മകമായ ഫലപ്രഭാവങ്ങൾ സൃഷ്ടിക്കും. ഇതുകൂടാതെ മണിനാദം, ശംഖനാദം, ക്ഷേത്രവാദ്യങ്ങളുടെ നാദങ്ങൾ എന്നിവ സ്വപ്നത്തിൽ കേൾക്കുന്നതും ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള അടയാളങ്ങളാണ്.